ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. ഇന്നത്തെ വീഡിയോ ഞാൻ സാലഡിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഇക്കാക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ബ്രോക്കോളിയാണ്. അപ്പം ബ്രോക്കോളി നമ്മൾ കട്ട് ചെയ്ത് അരിഞ്ഞു വെക്കുന്നുണ്ട്. ബ്രോക്കോളി മാത്രമല്ല എല്ലാ ഐറ്റംസും നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ. ബ്രോക്കോളി കട്ട് ചെയ്തതിനു ശേഷം പിന്നെ ലെറ്റ്യൂസ് ആണ്. ഈ ലെറ്റ്യൂസും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എരിഞ്ഞ് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് എടുക്കുന്നത്. ബട്ടർ ഫ്രൂട്ട് എന്നതിനും പറയാൻ കാരണം അതിന്റെ ഒരു ക്രീമി ടെക്സ്ചർ ആണ് കേട്ടോ. അപ്പൊ അതും അതിന്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു കാമ്പുണ്ടല്ലോ, ആ ഒരു പൾപ്പ് അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതും പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് രാത്രി നമ്മൾ മറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അത് എടുത്ത് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കിയാറാണ്. കിയാറ് പറഞ്ഞാൽ നമ്മളെ കക്കിരിന്റെ ഒരു വെറൈറ്റി, അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് ബെൽ പെപ്പർ ആണ്. ബെൽ പെപ്പർ നമ്മുടെ എന്താ പറയാ ക്യാപ്സിക്കം, അതിൽ റെഡും ഗ്രീനും യെല്ലോയും ആയി വാങ്ങിയാണ്. അപ്പൊ റെഡ് നമ്മളിപ്പോൾ തൽക്കാലം കട്ട് ചെയ്യുന്നില്ല, ഗ്രീനും യെല്ലോയും കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റ് കോണും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പണി എളുപ്പമായിരിക്കുമല്ലോ, ടൈം മാനേജ്മെന്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ കട്ട് ചെയ്തു. ഇനി അതൊക്കെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. എന്നാൽ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സാലഡ് പ്രിപ്പയർ ചെയ്യാം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യൽ പിന്നെ നമ്മുടെ കോഴിമുട്ട ആഡ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് പൊടിച്ചു വെക്കുന്നുണ്ട്. നട്ട്സിൽ ഞാൻ ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുമാണ് ക്രഷ് ചെയ്ത് വെക്കുന്നത്. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. രാവിലെയുള്ള ഓവർനൈറ്റ് ഓട്സിലേക്കും അതുപോലെ നമ്മുടെ ഈ സാലഡിലേക്കും ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്.